ഞങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് 4 സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് 14 സ്ഥാപനങ്ങളുണ്ട്, 1500 അടുത്ത് സ്റ്റാഫുകളുണ്ട്. നമ്മൾ ഫൈനൽ പേയ്മെൻറ്റിനുള്ള സിറ്റിങ്ങിലിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ വീട്ടിൽ എത്രത്തോളം കാലം ജീവിക്കുന്നു അന്ന് വരെ ഈ വീട്ടിൽ ഏത് ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങളല്ലാതെ വേറൊരാളെ ഏൽപ്പിക്കുള്ളൂ. വണ്ടർഫുൾ. ബിസിനസ് ഇപ്പം ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ബിസിനസ് ബിസിനസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരു വിഷമായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരും ഒഴിവാക്കിയിട്ടാലും എനിക്ക് ഒഴിവാക്കിയിടാൻ പറ്റാതായി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എനിക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആയിട്ടുള്ള കസ്റ്റമർ എനിക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവർ തരുന്ന ഒരു നെഗറ്റീവ് ഇമോഷൻസിന് എന്നെ ബാധിക്കാതെ തന്നെ എനിക്കത് പോസിറ്റീവിലൂടെ കൈകാര്യം ചെയ്തെടുക്കാൻ എനിക്ക് ഈ NLP കോഴ്സ് വല്ലാതെ സഹായിച്ചൊരു സംഭവമാണ്. ഞാൻ NLP കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ വിഷ്വൽ കനസ്തെറ്റിക് ഓഡിറ്ററി ഞാൻ സ്വന്തമായിട്ട് ഡീപ്പായിട്ട് പഠിച്ചു. എവിടം വരെ അവരെത്തും, അവരെന്താണ് ചിന്തിക്കുന്നത് വരെ ഇപ്പം എനിക്ക് മനസ്സിലായി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നും ഞാൻ നേടിയിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ബിസിനസ് വളരെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ചില സെയിലൊക്കെ നമ്മൾ ക്ലാസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് വെറുതെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ആ സെയിൽ സംഭവിക്കുന്ന പോലെ നമ്മൾ എനിക്ക് വിഷ്വലൈസേഷൻ കുറച്ച് ടൈം എടുത്തിരുന്നു സംഭവിക്കാൻ. പിന്നെ നമ്മളത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് സംഭവിക്കുന്നത് എന്നാൽ അത്രയും ലെവലിലേക്ക് അത് മാറി കഴിഞ്ഞു. ഒരു ടെൻഷൻ ഫ്രീ ആയി ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനുള്ള വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മാർഗം എനിക്ക് മൊയ്നു സാറിൻ്റെ NLPയിലൂടെ മനസ്സിലാക്കാൻ പറ്റി. ബിസിനസ് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തോന്നുന്നത്, ഒരു ടഫായിട്ട് തോന്നുന്നില്ല. ക്ലാസ്സിന് പങ്കെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാഫിനോടുള്ള ഡിസ്കഷൻ ആണെങ്കിലും നമ്മൾ പാർട്ട്നേഴ്സിനോടുള്ള ഇതാണെങ്കിലും ഈ കാര്യങ്ങൾ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. നല്ല ഹാപ്പി ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. 5 ദിവസത്തെ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഒരു എഫോർട്ടും ഇല്ലാതെ ചെയ്തിട്ട് എനിക്ക് തിരിച്ചു വരാൻ കഴിയുന്നുണ്ട്. വി ആർ എലവേറ്റഡ് ദ ഇന്നർ പീസ് ഓഫ് ഇന്നർ ഹാപ്പി. അത്രയും വലിയ ആനന്ദത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കൊന്നും പ്രശ്നമല്ലാതായി മാറി. എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം മൊയ്നു സാറിൻ്റെ NLP കോഴ്സിന് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. ഏത് സമയത്തും എനർജറ്റിക്കാണ്. ഓരോ സമയത്തും എനിക്ക് ഓരോ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. അത് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് 2 ഭാഗമാക്കി മാറ്റാൻ പറ്റും. ബിസിനസ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് സാറിൻ്റെ NLPക്ക് മുമ്പും ഒന്ന് NLPക്ക് ശേഷം എന്ന് പറയാം. അതിനെ വിവരിച്ച് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് 4 സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ് സ്റ്റാഫിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു മാക്സിമം പോയാൽ ഒരു 150-200 അത്രയും സ്റ്റാഫ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അവരെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കസ്റ്റമർ സർവീസ് കൊടുക്കുക അതൊക്കെ നമുക്ക് എന്നും ഒരു തലവേദനയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് 14 സ്ഥാപനങ്ങളുണ്ട്, 1500 അടുത്ത് സ്റ്റാഫുകളുണ്ട്. പക്ഷേ നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ ചെയ്യുന്നു എന്ന് അതിൻ്റെ ആ ചെയ്യുന്ന സ്ട്രെയിനും നമുക്ക് വരുന്നില്ല. അത് ഭയങ്കര ഒരു വ്യത്യാസമാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് സ്നേഹത്തോടെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് അത് ചെയ്യാൻ ഭയങ്കര എനർജിയാണ്. ഒരു വർക്ക് ചെയ്യുന്ന ഫീലിംഗ് അല്ല അവർക്ക് വരുന്നത്. ഞങ്ങളുടെ ഒരു സ്ഥാപനങ്ങളിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഫുട്ബോൾ മൈതാനത്ത് ഒരു ഫുട്ബോൾ കോർട്ടിൽ നമ്മൾ കളിക്കുന്ന ഒരു ഫീലിംഗാണ് സ്റ്റാഫിൻ്റെ അടുത്ത്. ഇപ്പോൾ നമ്മളെ സ്ഥാപനങ്ങളിൽ വന്ന് നോക്കിയാൽ അറിയാം. ഒരുപാട് കസ്റ്റമേഴ്സും പറയാറുണ്ട്, നിങ്ങൾ എന്താണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് പറയണം. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്നത് ഒന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് എന്താ കൊടുക്കുന്നു അതേപോലെ അവർ തിരിച്ചും പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെങ്ങനെ പെരുമാറുന്നു അതേപോലെ തന്നെ അവരും നമ്മുടെ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നു. അത് ഭയങ്കരമായ ഒരു വ്യത്യാസമാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 വർഷത്തിൻ്റെ മുകളിലായി ഞാൻ NLP കോഴ്സിന് പങ്കെടുത്തിട്ട്. എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കസ്റ്റമറായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് എനിക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആയിട്ടുള്ള കസ്റ്റമർ എനിക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള കമൻറ്റുകളും വ്യത്യസ്തമായിട്ടുള്ള ഇത് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് അവരോട് വളരെ അവർ തരുന്ന ഒരു നെഗറ്റീവ് ഇമോഷൻസിന് എന്നെ ബാധിക്കാതെ തന്നെ എനിക്കത് പോസിറ്റീവിലൂടെ കൈകാര്യം ചെയ്തെടുക്കാൻ എനിക്ക് ഈ NLP കോഴ്സ് വല്ലാതെ സഹായിച്ചൊരു സംഭവമാണ്. അതുപോലെ തന്നെ വലിയൊരു ഇമ്പോർട്ടൻസ് കാര്യമായിരുന്നു. ഒരു സെയിൽസിന് വേണ്ടി നമ്മൾ അതിൻ്റെ ബാക്കിൽ പോയിട്ട് അതിൻ്റെ 3Dയും ഡ്രോയിങ്ങും എല്ലാം കൊടുത്തിട്ട് ലാസ്റ്റ് അവർ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സെയിൽ ക്ലോസ് ചെയ്യാതെ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ
അത് 2 or 3 days വല്ലാതെ ഒരു ടെൻഷൻ അടിച്ചിട്ട് സ്ട്രെസ്സായിട്ടെല്ലാം നടക്കുന്ന സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ആ സമയത്തൊക്കെ ഞാനിത് ചെയ്യുന്ന സമയത്ത് എൻ്റെ സുഹൃത്തൊക്കെ പറയും വന്നിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് NLP എന്ന് പറഞ്ഞിട്ട് മൊയ്നു സാർ നയിക്കുന്ന, അതിന് പങ്കെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെസ്സായിട്ടുള്ള ബിസിനസ്സൊക്കെ മാറിക്കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ബാക്കൗട്ട് അടിക്കുമായിരുന്നു. പക്ഷേ യാദൃശ്യമായിട്ട് ഒരു പ്രാവശ്യം ഈ കോഴ്സിന് പങ്കെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ വല്ലാത്ത രഹസ്യങ്ങളെല്ലാം അറിയാൻ തുടങ്ങിയത്. കോഴ്സ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം സെയിലിപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്തിട്ടില്ല. അത് നമ്മളെ മൈൻഡിൽ തന്നെ ഇല്ല, അത് കഴിഞ്ഞു. നാളെ ഫ്രഷ് നമ്മൾ അടുത്തതിൻ്റെ ബാക്കിൽ. നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ പോലും നമുക്കില്ലാത്തൊരവസ്ഥയില്ല. അതായത് കംപ്ലീറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇത്രയും വലിയൊരു മഹാസംരംഭം വസന്തം എന്നുള്ളൊരു എന്തൊക്കെയാണ് ഏതൊക്കെ ഈ രംഗത്തുള്ളത്? ടെക്സ്റ്റൈൽസിന്റെ, പിന്നെ അതുപോലെ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഫാൻസി ഉണ്ട്, ഓക്കെ, ഫുട്വെയർ ഉണ്ട്, ഓക്കെ, പിന്നെ ടെക്സ്റ്റൈൽസ് ഹോൾസെയിൽ തുടങ്ങുന്നുണ്ട്. റെഡിമെയ്ഡ്സും ഇല്ല ഇതിന്റെ കൂടെ തന്നെ? റെഡിമെയ്ഡ്സ് ഉണ്ട്. ഓക്കെ, വെഡിങ് ആണ് ഞങ്ങളെ മെയിനായിട്ട് വെഡിങ് ഹൈലൈറ്റ് ചെയ്താണ് കൊണ്ടുവരുന്നത്. ഓക്കെ, വെഡിങ് ഏരിയയിലേക്കാണ് കൂടുതലായിട്ട് ഇത് പോകുന്നത്. ഓക്കെ, മെയിൻ ഫോക്കസ് ചെയ്യുന്ന അപ്പോൾ വെഡിങ്ങിലാണ് മെയിൻ ഫോക്കസ്. അപ്പോൾ ആക്ച്വലി തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷം ഇത്? വർഷം ഏകദേശം 20 വർഷത്തോളമായി തുടങ്ങിയിട്ട്. 20 വർഷമായല്ലേ? ഓക്കെ. പിന്നെ എന്തെങ്കിലും പ്രത്യേക ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്? ഒരുപാട് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലയുണ്ടല്ലോ, ഓരോ മേഖലയിലേക്ക് പലരും പല മേഖലയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു മേഖല സെലക്ട് ചെയ്യുന്നതിന് ബാരി സാർ ഒരു പ്രത്യേകിച്ച് വല്ല കാരണമുണ്ട്? ജീവിതത്തിൽ ബിസിനസ് തുടങ്ങാൻ നല്ല തുടങ്ങിയതാണ്. ഓക്കെ, പിന്നെ അതങ്ങനെ തുടങ്ങി ബിസിനസ് 20 വർഷം മുന്നേ തുടങ്ങി. ഓക്കെ, പിന്നെ വേണ്ടമാതിരി അത് വിജയിക്കാതെ വന്നു. പിന്നെയാണ് സാറ് ക്ലാസ്സിലൊക്കെ നമ്മൾ പങ്കെടുത്തു. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒരു 2 വർഷം കൊണ്ട് പഠിച്ചെടുത്തു. ശരി, ആ പഠനം ഒരു വലിയൊരു വിജയമായിട്ട് കിട്ടി. മത്സരമായിട്ടാണല്ലോ ഓരോ ബിസിനസ് വരുന്നത്. അപ്പോൾ ആ മത്സരത്തിൽ നിന്ന് നമ്മളെന്താ വെച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയാണ്. അപ്പൊ മാർക്കറ്റിൽ നമ്മൾ പൊട്ടിപ്പോയി. ഏകദേശം എത്ര വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്? ഇത് ഏകദേശം ഇപ്പൊ ഒരു 15 വർഷം മുന്നേ ഉള്ള സംഭവമാണ്. ഓക്കെ. പിന്നെയാണ് സാറിന്റെ അടുത്ത് ഇങ്ങനെ ക്ലാസ് ഉണ്ട്. ഞാൻ പത്രത്തില് ഒരു വിവരം ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഒരു ക്ലാസ് കോഴിക്കോട് നടക്കണം. അപ്പോൾ ആരാ എന്താണെന്നും അറിയില്ല, എന്തായാലും പങ്കെടുക്കുക. ഒരു പരാജയം വന്ന ഒരാൾക്ക് ഒരു വിജയിക്കാനുള്ള മാർഗം കണ്ടെത്താന്നുള്ള നിലയിലാണ് ലക്ഷ്യം. അപ്പൊ അതിൽ പങ്കെടുത്തപ്പോ നമുക്ക് മനസ്സിലായി ഇതില് കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട് മനസ്സിലായി. ബിസിനസ് ഇപ്പൊ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ബിസിനസ് ബിസിനസ് ചെയ്യാനേ നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരു വിഷമായിരുന്നു, ഇത് നടക്കൂല അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാല് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാല് ആരും ഒഴിവാക്കിയിട്ടാലും എനിക്ക് ഒഴിവാക്കിയിടാൻ പറ്റാതായി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഒന്നാമത് എന്താ വെച്ചാൽ കുറെ സ്റ്റാഫായിട്ട് ഇപ്പോൾ വേറെ ഒരു ടെക്നിക്ക് ഉണ്ട്. എന്താ വെച്ചാൽ പൊതുവെ എന്താ വെച്ചാൽ എല്ലാവർക്കും എന്താ വെച്ചാൽ സ്റ്റാഫിനെ വെച്ച് ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ്. അത് സമരാവോ അല്ലെങ്കിൽ പൊടി പൊടിക്കുവോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിക്കുവോ അല്ലെങ്കിൽ ഓലെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. ഇന്ന മതി എത്ര സ്റ്റാഫ് ഉണ്ടോ അത്ര ഹാപ്പിയാണ് ഞാൻ ശരിക്കും. അത് വലിയൊരു അനുഗ്രഹമാണ്. എന്താ വെച്ചാല് പിന്നെ ഓരോ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താ വെച്ചാൽ നല്ല അഭിപ്രായങ്ങളും നല്ല റിസൾട്ടാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷമല്ലേ. അത് ഞാനാണ് കൊടുക്കോട്ടാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത്, ഇല്ലെങ്കിൽ എനിക്ക് അത് കിട്ടൂലല്ലോ. ആദ്യം നമ്മളെ കൊടുത്തിട്ടില്ല, അപ്പൊ എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ അത് കൊടുക്കാൻ സാധിച്ചു, അപ്പൊ അത് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ബിസിനസ് ചെയ്യാൻ അപ്പൊ ത്രില്ല് കൂടാണ്. അപ്പൊ എത്ര സ്റ്റാഫ് കൂടുന്നുണ്ടോ അത്ര കണ്ട് സുഖമല്ലേ. സാറെ ക്ലാസ്സിന് വന്നതിന്റെ ശേഷമാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചത്. അതിന്റെ വളർച്ച ശരിക്കും ഉണ്ടായത് ബിസിനസ് ചെയ്യാണെന്നുള്ള ആഗ്രഹത്തോടെ ഒരു ബിസിനസ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് പരാജയങ്ങൾ വന്നപ്പോൾ വഴികളില്ലാതായി പോയി. അത് ഈ ക്ലാസ്സിൽ വരിക കാരണം അങ്ങനെ വഴികളൊക്കെ തേടിപ്പിടിക്കാൻ സാധിച്ചു. അതിൽ കുറേ കാര്യങ്ങൾ മാറ്റിയെടുത്തു. എന്ത് പ്രശ്നം വന്നാലും മാറ്റി വെക്കാറില്ല. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്തു കൊടുക്കും നമ്മൾ. ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാൻ ഇനി നമ്മൾ തുടങ്ങണ്ടെന്ന് വെച്ചാലും കൂടി അവർ തുടങ്ങണം എന്നുള്ള ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ അതിന് മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ബിസിനസ്സിന് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു സ്നേഹം കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് എത്ര കണ്ട് ഉണ്ടാവും എന്നുള്ളത് പറയാൻ സാധിച്ചില്ല. അത്ര കണ്ട് വളർച്ച കിട്ടും. അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ റിസൾട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ പേയ്മെൻറ്റിനുള്ള സിറ്റിങ്ങിലിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ വീട്ടിൽ എത്രത്തോളം കാലം ജീവിക്കുന്നു അന്ന് വരെ ഈ വീട്ടിൽ ഏത് ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് നിങ്ങളല്ലാതെ വേറൊരാളെ ഏൽപ്പിക്കില്ല. വണ്ടർഫുൾ. അതിലുപരി നമ്മളൊരു കൊട്ടേഷനാണ് അവിടെ കൊടുത്തത്. ലാസ്റ്റ് കുറേ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്ത് ആ ഒരു എമൗണ്ട് കൊടുത്തു, ഒരു ബിഗ് എമൗണ്ട് കൊടുത്തു. അതിലുപരി എക്സ്ട്രാ അവർ സന്തോഷത്തിലും ഒരു ബിഗ് എമൗണ്ട് നമുക്ക് എക്സ്ട്രാ തന്നു. അതായത് നമ്മൾക്ക് മൊത്തത്തിൽ ഈ ഒരു വിഷ്വൽ കാറ്റഗറി എന്നുള്ള ആ ഒരു ടൈപ്പിൽ കസ്റ്റമറിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയത് ഏകദേശം ഒരു 10,000 റുപ്പീസ് മാക്സിമം നമ്മൾ എക്സ്ട്രാ ചിലവാക്കിയിട്ടുണ്ടാവും ഈ ഇവന്റിൽ. ഈ വിഷ്വൽ കാറ്റഗറിയിലെ ആൾക്കാരെ സാറ്റിസ്ഫൈഡ് ആക്കണം എന്നില്ല ഒറ്റൊരു കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഒരു 10,000 നമ്മൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ
ആ 10,000-ന്റെ ഏകദേശം ഒരു 10 മടങ്ങ് പ്രോഫിറ്റിൽ എക്സ്ട്രാ വന്നു ഈ ഒറ്റ ഒരു കാരണം കൊണ്ട്. അതായത് പുള്ളി സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഈ 10,000-ന്റെ റിട്ടേൺ നമ്മൾക്ക് കിട്ടിയത് അതിൻ്റെ ഒരു 10 മടങ്ങായിട്ട് നമുക്ക് എക്സാക്റ്റ് ആണ്. 10 to 13 മടങ്ങ് നമ്മൾക്ക് എക്സാക്റ്റ് നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടി. ഈ ഒരു ഈ 10,000-ന്റെ മാത്രം കാര്യം ഞാൻ പറയും. ഈ 10,000-നെ പരിഗണിച്ചത് കൊണ്ട് മാത്രം കിട്ടിയ റിസൾട്ട്. അതായത് സിമ്പിളായിട്ടുള്ള ഈ ഫാക്ടർ ബേസിക് ആയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ്, അതേപോലെ ലോകത്തിലെ ജനങ്ങൾ 3 ടൈപ്പാണ്. അതിൽ എസ്പെഷ്യലി ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ കസ്റ്റമേഴ്സ് 3 ടൈപ്പ് ആൾക്കാർ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അവരിലൂടെ പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ അവരുടെ വിഷ്വൽ ആണെങ്കിൽ വിഷ്വൽ കാറ്റഗറിയിലെ ആൾക്കാർക്ക് അതിനുമായി ബന്ധപ്പെട്ട നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ പോലെ അവരുടെ ബന്ധപ്പെട്ട എന്ത് ഫംഗ്ഷൻ വരുന്നുണ്ടോ അത് നമുക്ക് തന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 10,000 ആണ് നമുക്ക് അതിനുവേണ്ടി ചിലവാക്കിയെങ്കിൽ അവരതിന് പാരിതോഷികമായി ഒരു ഇൻസെൻറ്റീവായിട്ട് നമുക്ക് തന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 13 മടങ്ങ് എക്സ്ട്രാ നമുക്ക് ഇൻസെൻറ്റീവായിട്ട് തന്നു. അടുത്ത ആ ഒരു ഫംഗ്ഷൻ ആദ്യം നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ നമ്മളിവിടെ ഒരു ബാർഗെയിനിങ് ഉണ്ടായിരുന്നു. രണ്ടാമത് അവരുടെ വീട്ടിൽ സെക്കൻഡ് നടക്കുന്ന ഫംഗ്ഷനിൽ നമ്മളൊരു എമൗണ്ട് പറഞ്ഞപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ അവർ ഡിസിഷൻ എടുക്കാൻ പിന്നെ അവർക്ക് ടൈം വേണ്ട. അതായത് നമ്മളൊരു കോട്ട് കൊടുത്തു, അവർ വിത്തിൻ സെക്കൻഡ്സ് അവർ ഓക്കെ ഡൺ നമുക്ക് പരിപാടി ചെയ്യാമെന്നാണ്. വെരി ഗുഡ്. മെയിനായിട്ട് ഫുഡ് ആൻഡ് കാറ്ററിംഗ്. ഓക്കെ, ഫുഡ് ആൻഡ് കാറ്ററിംഗ്. ഓക്കെ, വെരി ഗുഡ്. റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ്. ഓക്കെ. മെയിനായിട്ട് അറബ്സ് ലോക്കൽസ് ആണ് നമ്മളുടെ മെയിൻ കസ്റ്റമേഴ്സ്. മെയിൻ കസ്റ്റമേഴ്സ് അറബ്സ് മീൻസ് ലോക്കൽസ് ആണ് ഇവിടുത്തെ അറബ് ലോക്കൽ. ഓക്കെ, വെരി ഗുഡ്. അവരുടെ വെഡിങ്സ്, അവരുടെ എൻഗേജ്മെന്റ്, അവരുടെ ചെറിയ ചെറിയ പാർട്ടീസ്, ചെറിയ ചെറിയ വീട്ടിൽ നടക്കുന്ന ബഫേ. അതുപോലെ ഇപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ഈജിപ്ഷ്യൻസ് ഉണ്ട്, മൊറോക്കൻസ് ഉണ്ട്, സിറിയൻസ് ഉണ്ട്. പല പല ആൾക്കാർ എന്നോട് ചോദിക്കും. ഈവൻ ഞാൻ തന്നെ എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കും എങ്ങനെ ഞാൻ ഇവരൊക്കെ മാനേജ് ചെയ്യുന്നു. ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യണം, ഹ്യൂമൻ മാനേജ്മെന്റ് ആണല്ലോ അല്ലേ? ഓക്കെ. ഇവരൊക്കെ എങ്ങനെ ആക്ച്വലി അറബ്സിനെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മളൊരു മലയാളീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഭവം. അത് സൈക്കോളജി അറിയില്ലെങ്കിൽ ഇവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്നോട് പല ആൾ ചോദിക്കുന്നത് നീ എങ്ങനെ ഈ അറബ്സിനെ മാനേജ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകരിച്ചൊരു സംഭവം NLP-യിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സംഭവം വാക്കോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ പഠിപ്പിക്കുക. ചില ആൾക്കാരത് വിഷ്വൽ കനസ്തെറ്റിക് ഓഡിറ്ററി എന്നുണ്ടെങ്കിൽ പഠിച്ചങ്ങ് പോയി. ഇപ്പോൾ വാക്കോക്കിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിഷ്വൽ കനസ്തെറ്റിക് ഓഡിറ്ററി എന്ന് പറഞ്ഞ ഈ സംഭവം മൂന്നാളെ വേർതിരിച്ച് മനസ്സിലായതുകൊണ്ട് നമുക്കിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നാ വിഷ്വൽ കാറ്റഗറി ഉണ്ട്, ഇന്നാ കനസ്തെറ്റിക് കാറ്റഗറി ക്വാളിറ്റി ഉണ്ട്, ഓഡിറ്ററി ക്വാളിറ്റി ഉണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഒരു പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഇവൻറ്റ്സ് മാനേജ്മെൻറ്റ് അറബികളുടെ രീതിയിൽ ചെയ്യണമെങ്കിൽ അത് അറബികൾ തന്നെ വേണം. ഈ അറബികളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതൊരു നല്ലൊരു പവർഫുൾ മൈൻഡ് ആയിരിക്കണം. എന്നോട് പല ആൾക്കാർ ചോദിച്ചു നീ എങ്ങനെ ഇയാളെ വെച്ചിട്ട് കൊണ്ടുപോകുന്നു ചോദിച്ചു. ഈ പാർട്ണർ ഞാൻ NLP കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ വിഷ്വൽ കനസ്തെറ്റിക് ഓഡിറ്ററി ഞാൻ സ്വന്തമായിട്ട് ഡീപ്പായിട്ട് പഠിച്ചു. വെരി ഗുഡ്, അമേസിങ്. ഓരോരാളെ കുറിച്ചിട്ട് ഓരോരോ ക്വാളിറ്റി ഇങ്ങനെ പഠിച്ചു. കനസ്തെറ്റിക്കാരെ ക്വാളിറ്റി ഇങ്ങനെ പഠിച്ചു. അവർ എവിടം വരെ അവരെത്തും, അവരെന്താണ് ചിന്തിക്കുന്നത് വരെ ഇപ്പം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒരാൾ എന്താണ് ചിന്തിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ മാനേജ് ചെയ്യാൻ ഒരു പണിയില്ല. സക്സസ് വഴി നടത്തുന്ന ബഹുമാനപ്പെട്ട മൊയ്നു സാറിൻ്റെ NLP കോഴ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് സക്സസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നും ഞാൻ നേടിയിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എനിക്കെൻ്റെ ബിസിനസ് വളരെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിലൊക്കെ ഉപരി എനിക്കൊരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് എനിക്കിതിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്. ആ വ്യക്തിപ്രഭാവം എനിക്കൊരു നല്ലൊരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ സാധിച്ചു. അതെൻ്റെ ഓർഗനൈസേഷനിലും എൻ്റെ വ്യക്തിപരമായിട്ടും എനിക്ക് ആ കൾച്ചർ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്.
അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ബിസിനസ് നല്ലൊരു വളർച്ചയിലെത്തി. അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു ചില കാര്യങ്ങളിലൊക്കെ. അടുത്ത ബ്രാഞ്ച് എങ്ങനെ തുടങ്ങണം, അടുത്ത ബ്രാഞ്ച് തുടങ്ങാൻ സാധിക്കുമോ, അതിൻ്റെ ഫിനാൻസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ വളരെ ധൈര്യപൂർവ്വം ഒരു പോസിറ്റീവ് എനർജി സത്യത്തിൽ നമ്മളിലേക്ക് ആവാഹിച്ചു എന്നുള്ളതാണ് ഈ കോഴ്സിൽ നിന്നും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മറ്റൊരു കാര്യം. കോഴിക്കോട് അതുപോലെ പ്രമുഖ നഗരങ്ങളിലൊക്കെ ഞങ്ങൾ ഈ ജാംജൂം ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഓരോ വളരെ ഉന്നതമായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ നമുക്കൊരു ധൈര്യം, ഒരു എനർജി സത്യത്തിൽ എനിക്ക് ഈ NLP കോഴ്സിൽ നിന്നും സത്യത്തിൽ ആവാഹിച്ചെടുക്കാൻ സാധിച്ചു എന്ന് തന്നെ അത് പറയാം. അത്രമാത്രം ഒരു ഉപകാരം ഈ കോഴ്സ് കൊണ്ട് എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് നമ്മൾക്ക് എന്താ പറയുക പ്രഷർ, സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീൽഡാണ് ബിസിനസ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാം, അതുപോലെ ബിസിനസ് എങ്ങനെ നമുക്ക് ഒരു ടെൻഷൻ ഫ്രീ ആയി ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനുള്ള വളരെ ക്ലിയർ കട്ടായിട്ടുള്ളൊരു മാർഗം എനിക്ക് മൊയ്നു സാറിൻ്റെ NLPയിലൂടെ മനസ്സിലാക്കാൻ പറ്റി. ബിസിനസ്സൊക്കെ എങ്ങനെ ഹാപ്പിയായി കൊണ്ടുപോകാം. അപ്പം മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലുള്ള ക്ലാസ് ആയിരുന്നു മൊയ്നു സാറിൻ്റെ സക്സസ് വാലിയിലുള്ള ക്ലാസ്. മൊയ്നു സാറിൻ്റെ ഒരു ക്ലാസ് അല്ല, ആക്ച്വലി ഒരു ക്ലാസ് ആയിട്ടല്ല. നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാനും കുറേ ഞങ്ങളുടെ മൈൻഡിലൊരു ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിരുന്നത്. ക്ലാസ് ഇങ്ങനെ ഇരിക്കുക അതല്ല അവിടെ നടക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ എന്താണ് ആരിഫ് എന്താണെന്നുള്ളത് തന്നെ എന്നെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ക്ലാസ്സാണ്. ആദ്യം എന്നെ തന്നെ മനസ്സിലാക്കി തന്നതിന് ശേഷം എനിക്കിപ്പം നമ്മുടെ ഇപ്പം എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു കേസ് എടുത്ത് എൻ്റെ പാർട്ട്ണറെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായാലും പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും പറ്റില്ല. അതാണ് എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ മൊയ്നു സാറിനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. സാറിൻ്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ഇപ്പം ചോർന്നു പോയില്ല, ഇപ്പം ഫുൾ പവറിൽ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ പവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുള്ള കാലത്തോളം ബിസിനസ് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തോന്നുന്നത്, ഒരു ടഫായിട്ട് തോന്നുന്നില്ല. നേരത്തെയുള്ള ബിസിനസ് ചെയ്ത സമയത്തെല്ലാം വളരെ പരാജയമായിരുന്നു. സാറിൻ്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പുതിയ ബിസിനസ് ഫർണിച്ചർ ഫീൽഡിൽ വന്നത്. ഞാൻ വിചാരിക്കാൻ പറ്റാത്ത അത്രയും വിജയമാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഈ കോഴ്സിന് ശേഷം എനിക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഇന്നർ വളരെ ഹാപ്പിനെസ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്നു. ബിസിനസ് ചെയ്യാൻ വേണ്ടിയല്ല, നമ്മുടെ ഇന്നറിലെ മാറ്റം കൊണ്ട് ഓൾറെഡി ബിസിനസ് നന്നാവുന്നു. അതോടൊപ്പം മറ്റുള്ള എല്ലാ ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകളിലും അതുപോലെ കസ്റ്റമേഴ്സുമായിട്ടും അതുപോലെ മറ്റ് ഫാമിലി എല്ലാ രീതിയിലും വളരെ സക്സസ്ഫുള്ളാണ്, വളരെ ഹാപ്പിയാണ്. ബിസിനസ്സിൽ കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും, നമുക്കൊരു നാളെ ചെയ്യുക പിന്നെ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുമായിരുന്നു. അതിനിടയ്ക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും എടുത്തിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ NLP കോഴ്സ് സക്സസ് വാലി നടത്തുന്ന NLP കോഴ്സ് മൊയ്നു സാറിൻ്റെ ക്ലാസ്സിന് പങ്കെടുത്തതിന് ശേഷം കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, വളരെ സിമ്പിളായിട്ട് നമുക്കൊരു നിത്യജീവിതത്തിൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് വളരെ ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അത് നമുക്കൊന്നുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മൾ സ്റ്റാഫിനോടുള്ള ഡിസ്കഷൻ ആണെങ്കിലും നമ്മൾ പാർട്ട്നേഴ്സിനോടുള്ള ഇതാണെങ്കിലും ഈ കാര്യങ്ങൾ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്, നല്ല ഹാപ്പി ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞാൻ ചോയ്സ് വെഡിങ് ഹാസ്റ്റിൽ എന്ന സ്ഥാപനമാണ് എടപ്പാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെക്സ്റ്റൈൽ ഷോപ്പാണ്, ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് ഷോപ്പാണ്. അപ്പോൾ അതിൽ ഏതാണ്ട് 120-130 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 120 സ്റ്റാഫും എല്ലാവരും പെർഫെക്റ്റ് ആയിക്കോളുന്നില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ബിസിനസ്സിലേക്ക് ഇപ്പോൾ ഈ മൊയ്നു സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്റ്റാഫിൻ്റെ തെറ്റുണ്ടെങ്കിൽ ആ സ്റ്റാഫിനെ പ്രഷർ ചെയ്യും, അതിനോട് ദേഷ്യപ്പെടും. പിന്നെ ആ സ്റ്റാഫിനെ കാണുന്നത് നമുക്ക് അലർജിയാണ്, നമുക്ക് ടെൻഷനാണ്, കാണുമ്പോൾ തന്നെ സ്ട്രെസ്സായി. അതുമല്ല ആദ്യമൊക്കെ പറഞ്ഞാൽ പിന്നെ ആ സ്റ്റാഫോട് സംസാരിക്കില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആ സ്റ്റാഫിനെ നമ്മൾ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് അവരെ കാര്യങ്ങൾ, അവരെ തെറ്റെന്താ സംഭവിച്ചത്, എന്നിട്ട് അവരെ തെറ്റുകൾ എന്താ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ പോസിറ്റീവാക്കി കൊണ്ടുവരാൻ ഇന്ന് കഴിയും. മൊയ്നു സാറിൻ്റെ NLP കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വ്യക്തിപരമായിട്ട് കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ ചില സെയിലൊക്കെ നമ്മൾ ക്ലാസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് വെറുതെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ആ സെയിൽ സംഭവിക്കുന്ന പോലെ നമ്മൾ എനിക്ക് വിഷ്വലൈസേഷൻ കുറച്ച് ടൈം എടുത്തിരുന്നു സംഭവിക്കാൻ. പിന്നെ നമ്മളത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് സംഭവിക്കുന്നത് എന്നാൽ അത്രയും ലെവലിലേക്ക് അത് മാറി കഴിഞ്ഞു. സച്ച് എ ഫാസ്റ്റ്. അവിടെ പിന്നെ സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അറിയിച്ചില്ല, കണ്ണിൽ നോക്കിയിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്, അത് അനുഭവിക്കാനുള്ളതാണ്. അതിപ്പോ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പണ്ടൊക്കെ ഞാനൊരു സാധനം ഒരു സാധനം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാല്
അവരെന്തോ ഒരു ട്രസ്റ്റ് ചെയ്യാത്തൊരു ഫീൽ ആയിരുന്നു. Lack of trust ഫീൽ. ഇപ്പം നമ്മളത് പറയാൻ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെറുതെ പോയിട്ട് ഞാനൊരു പേപ്പറും ഒരു പേന എടുത്തിട്ട് അവർക്ക് വേണ്ട റിക്വയർമെന്റ് എഴുതിയിട്ട് അവർ പോകാൻ അത്രയും മാറിക്കഴിഞ്ഞു. കാരണം ആ ഒരു ട്രസ്റ്റ്. പിന്നെ അവർ നമ്മൾ പ്രോഡക്റ്റ് ഇപ്പോൾ ഈവൻ ഒരു പുതിയ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നീ കൊണ്ടുവന്നല്ലേ ഓക്കെ ആണ് നമുക്ക്. എനിക്ക് പലപ്പോഴും സക്സസ്വാലിയുടെ ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം യഥാർത്ഥത്തിൽ സാർ ഒരു കോഴ്സ് നടത്തുകയായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. സംതിങ് ഇംപ്ലാന്റ് ചെയ്യുകയാണ് നമ്മളെ. നമ്മളിൽ എന്തോ ഒരു ഇംപ്ലാന്റ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മസാർ കമ്പനിയിലെ സാറുടെ സെയിൽസ് അവർ പ്രതീക്ഷിക്കുന്നത് മാക്സിമം 80% ആണ്. എന്ന് പറഞ്ഞാൽ 80% ആണ് നമ്മുടെ അടുത്ത് പറയുന്നത്. 80% ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓക്കെ ആണെന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇയർ എൻഡിലാണ് അത് അവർ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഓൾറെഡി ഇപ്പം നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന സമയം ഒക്ടോബറിൽ ആകുമ്പോഴേക്കും എന്റെ ഒരു 130% ആയിരുന്നു. കേട്ടത് പ്രേക്ഷകർ ശരിക്കും കേട്ടത്. അതായത് ആക്ച്വലി ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് 80% കമ്പനിന് ടാർഗറ്റ് കൊടുക്കുന്നു. പക്ഷെ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് തന്നെ 130% സെയിൽസ് നടന്നു കഴിഞ്ഞു. See the miracles and wonderful result of NLP. 12th March 2018 നമ്മുടെ കമ്പനി ഒരു അപ്രീഷിയേഷൻ ലെറ്റർ തന്നിരിക്കുകയാണ്. കമ്പനിയുടെ ഭാഗത്ത് എൻ്റെ മാനേജറും എൻ്റെ ഓൾ ഡിവിഷൻ മാനേജറും അപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ വന്നതായിരുന്നു. വലിയൊരു ഞാൻ സക്സസ് വാലിയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ആ ഒരു കോഴ്സിൻ്റെ എന്താ പറയുക ഒരു വലിയൊരു വാല്യൂ ആയിട്ട് ഞാൻ അതിനെ കാണുകയാണ്. സക്സസ് വാലി നമുക്ക് തരുന്ന ആ ഒരു കണ്ടന്റ് അത്രയും ജെനുവിൻ ആണ് എന്നുള്ളതാണ്. സാറിന്റെ ക്ലാസ് സാറൊക്കെ ഓരോരുത്തരെയും ഓരോ ആളുകളെയും ഒബ്സർവ് ചെയ്തിട്ടാണ് സാറിന്റെ ക്ലാസ് പോകുന്നത്. സാറിന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത തന്നെ അതാണ്. ആ ഒരു ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ഒരാൾക്ക് എന്ത് കണ്ടന്റ് ആയാലും എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളത് അതാണ് സാറ് ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്ത് നമുക്ക് വേണ്ടതാണ് യഥാർത്ഥത്തിൽ നമുക്ക് തരുന്നത്. വെറുതെ ഒരു ഇൻഫർമേഷൻ ഡംപിങ് എന്നുള്ളതല്ല. എൻ്റെ ഹോട്ടൽ ബിസിനസ്സിലും എൻ്റെ റെൻ്റൽ ബിസിനസ്സിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെല്ലാം വളരെ സ്ട്രെസ്സോട് കൂടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അത് വളരെ ബുദ്ധിമുട്ട് എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മൊയ്നു സാറിൻ്റെ NLP ക്ലാസ്സിനെ പറ്റി കേൾക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ സ്റ്റാഫുകളെ എനിക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുകയും അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ എന്നുള്ള ഔട്ട്പുട്ട് നല്ല രീതിയിൽ എനിക്ക് കിട്ടിത്തുടങ്ങുകയും ചെയ്തു. അതുമാതിരി തന്നെയാണ് മാസങ്ങളിൽ റെൻറ്റ് വാങ്ങുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സ് വലിയൊരു സ്ട്രെസ്സായിരുന്നു. അത് പലയിടത്തും പല വിഷയങ്ങളുണ്ടാക്കുകയും ചില സമയങ്ങളിൽ പോലീസ് കേസ് വരെ പോവുകയും ചെയ്തിരുന്നതൊക്കെ ഇപ്പോൾ ഈ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായി എൻ്റെ അവരോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നതോടുകൂടി തന്നെ അവർ എന്നോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരികയും വളരെ കൂളായിട്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. ആദ്യകാലങ്ങളിലെല്ലാം ഞാൻ ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ ഞാൻ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുമ്പോൾ കുറേ പ്ലാനുകളൊക്കെ ചെയ്തിട്ടായിരിക്കും പോവുക. ഒരു 5 ദിവസത്തെ പ്ലാൻ ചെയ്ത് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 10-15 ദിവസം കൊണ്ടും എനിക്ക് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നേരെ മറിച്ച് സക്സസ് വാലിയുടെ മൊയ്നു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കാര്യങ്ങളിലെല്ലാം ഒരു പ്ലാനിങ് ആദ്യം ചെയ്തത് എന്ത് പ്ലാനിങ് ആണോ ചെയ്തത് അത് അതിനേക്കാൾ കൂടുതൽ രീതിയിൽ, അതായത് ഞാൻ 5 ദിവസത്തെ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഒരു എഫോർട്ടും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് കൂളായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് തിരിച്ചു വരാൻ കഴിയുന്നുണ്ട്. എൻ്റെ ബിസിനസ് രംഗത്ത് ഉള്ള മാറ്റങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാനിതിൻ്റെ ഈ മൊയ്നു സാറിൻ്റെ ഓരോ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ഈ അറ്റൻഡ് ചെയ്യാനുള്ള നമ്മളുടെ ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് ചേഞ്ച് തന്നെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചെയ്ത എൻ്റെ ബിസിനസ്സും ശേഷം ചെയ്ത എൻ്റെ ബിസിനസ്സും, കാരണം അന്നെല്ലാം സ്ട്രെസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ബിസിനസ് ചെയ്തിരുന്നത്. അതിനുശേഷം നമുക്ക് ഏത് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റിൽ സ്റ്റാഫുകളെ ഇൻ്റർവ്യൂ ചെയ്യാനും ഏത് തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ആന്തരിക ശുദ്ധീകരണ സർഫസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവിനെ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ
പോസിറ്റീവിനെ ഇൻസ്റ്റാൾ ചെയ്യുകയും നമ്മളുടെ കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്, ഹാപ്പിനെസ്, ലവ്, എവറിത്തിങ് ഈസ് അതിങ്ങോട്ട് വി ആർ എലവേറ്റഡ് ദ ഇന്നർ പീസ് ഓഫ് ഇന്നർ ഹാപ്പി. നമ്മൾ അതിലേക്ക് ഉയർന്നു വന്നു. അത്രയും വലിയ ആനന്ദത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കൊന്നും പ്രശ്നമല്ലാതായി മാറി. ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് വെച്ചാൽ ആപ്കോ ഓട്ടോമൊബൈൽസ്, ടാറ്റയുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ഡീലർഷിപ്പാണ്. മുമ്പ് ഞാൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ സർവീസ് മാത്രമേ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി ഒരു ടോട്ടൽ സൊല്യൂഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന രൂപത്തിൽ അവരെ വണ്ടി ആ ഒരു ഓണർഷിപ്പോട് കൂടി വണ്ടി നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിലും മാറ്റാവുന്ന രൂപത്തിലുള്ള ആ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറി. അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് നമ്മൾ ടാറ്റ മോട്ടോഴ്സിനോടും അതുപോലെ നമ്മളെ ആപ്കോനോടും കസ്റ്റമേഴ്സിന് ആ ഒരു ട്രസ്റ്റ് കൂടി. ഇതിലൂടെ നമുക്ക് റവന്യൂ കൂടി കസ്റ്റമറിലെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കേണ്ടായി. അതുപോലുള്ള സ്റ്റാഫിനോടുള്ള പെരുമാറ്റമായാലും അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചു. എപ്പോഴും എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ചെയ്യുക, എൻ്റെ കൂടെയുള്ള എല്ലാവരും ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കാനും അവരുടെ പ്രൊഡക്ടിവിറ്റിയും അതിലൂടെ കൂടുകയുണ്ടായി. എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം മോനു സാറിൻ്റെ NLP കോഴ്സിന് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. സമൂഹത്തിലാവട്ടെ ബിസിനസ്സിലാവട്ടെ എപ്പോഴും ഒരു ഉൾവലിയുന്ന ആളായിരുന്നു. അത് എൻ്റെ പാർട്ട്ണർമാർക്കും മറ്റെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ബിസിനസ് മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ ഞാൻ ഉൾവലിഞ്ഞിരിക്കുക, കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, ചിലപ്പോൾ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്കുണ്ടാവും, പറയാനുണ്ടാവും. പക്ഷെ അത് ഞാൻ മനസ്സിൽ വെച്ചിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് എല്ലാം കഴിഞ്ഞ ശേഷം ഒരേതെങ്കിലും വ്യക്തിയോട് സ്വകാര്യമായിട്ട് പറയുക, അതായിരുന്നു എൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നത്. ഇതിന് എന്താണ് മാർഗം, ഇത് മാറ്റിയെടുക്കാൻ എന്താണ് മാർഗം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മറ്റുള്ള ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സിന് പോയി. അങ്ങനെ സക്സസ് വാലിയുടെ മൊയ്നു സാറിൻ്റെ ക്ലാസ്സിന് ഞാൻ പങ്കെടുക്കുകയും അതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്താൻ കഴിഞ്ഞു. ഒന്നാമതായിട്ട് എൻ്റെ ഉൾവലിയുന്ന സ്വഭാവം, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ, മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു. ഞാൻ ഒരിക്കലും താഴേക്ക് നോക്കിയിട്ട് സംസാരിച്ചിരുന്നത്. അതെല്ലാം മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കുകയും എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അവതരിപ്പിക്കാനുള്ള ഒരു ധൈര്യം അത് മുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഷോപ്പിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഉത്സാഹമാണ്. കാരണം ഓരോ പ്രശ്നങ്ങളും നമ്മളിലേക്ക് വരുമ്പോൾ അത് എന്നെ കൂടുതൽ പവർഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാൻ ആ പ്രശ്നത്തെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നേരിടുക. മറ്റത് ഒരു പ്രശ്നം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഡെസ്പടിക്കുമായിരുന്നു സാധാരണ ഉണ്ടായത്. ഇപ്പം ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിലൂടെ നമ്മൾ പവർഫുൾ ആവുകയാണ്. ഇതന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നത്. അവരോട് ഞാൻ പറയും, വാറണ്ടി കസ്റ്റമർ അതുപോലെ തന്നെ പ്രോബ്ലം വരുന്ന കസ്റ്റമർക്ക് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് സർവീസ് കൊടുത്താൽ അവർ നമ്മളെ ഏറ്റവും നല്ല കസ്റ്റമറായിട്ട് മാറും. നമ്മൾ അവരെ വെറുപ്പിക്കുകയല്ല വേണ്ടത്, നമ്മൾ ഏറ്റവും സ്നേഹത്തോടു കൂടി അവരെ എത്ര കണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റും. കാരണം സ്നേഹം അത് ഉള്ളിൽ നിന്ന് വരികയാണ്. കാരണം എത്രത്തോളം അവർ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം നമുക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. കാരണം ഒരു സാധാരണഗതിയിൽ ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാളോട് വെറുപ്പാണ് ഉണ്ടാവല്. ഇത് അയാളുടെ സ്നേഹമാണ്. അത് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഏത് സമയത്തും എനർജറ്റിക്കാണ്. ഏത് സമയത്തും ഞാൻ എനർജറ്റിക്കാണ്. ഞാൻ ഡെസ്പാവുന്ന പരിപാടിയേ ഇല്ല. ഓരോ സമയത്തും എനിക്ക് ഓരോ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടു. പണ്ട് സമയമില്ല എന്ന് പറഞ്ഞ് ഒരു പ്രവർത്തനത്തിലേക്ക് ഞാൻ പോയിരുന്നില്ല. ഇപ്പം ഞാൻ ഈ സ്ഥാപനങ്ങളിലൊക്കെ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് മറ്റ് സ്ഥാപനങ്ങളിൽ ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ മാർക്കറ്റിങ്ങിൽ ഇറങ്ങി. ഞാൻ ഒരു ലീഡർഷിപ്പ്, കാരണം അവർക്ക് എങ്ങനെ നീ ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു ലീഡറായിട്ട് നിന്നുകൊണ്ട് ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവനെ ആ ഒരു സെയിൽസിലേക്ക് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാത്ത സ്ഥാപനങ്ങളാണത്. കാരണം അത് എങ്ങനെയെങ്കിലും നടന്നോട്ടെ എന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട്. ഈ സ്ഥാപനം ഭംഗിയായി നടക്കുന്നുണ്ട്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ എനിക്ക് സമയം കണ്ടെത്തുകയും അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുകയും അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. അത് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. Moinu is an international certified trainer. Moinu has completed hundreds of trainings in various topics from many top international trainers. He has obtained
many international certifications. Following are a few names of his trainers: Tony Robbins, USA; Dr. John D. Martini, USA; Brian Tracy, USA; Blair Singer, USA; Mac Attram, UK; Zoltan Hrusko, USA; Marcus D. Maria, Europe; Larry Gilman, USA; Alex Mandosian, USA; Robert Riopel, Canada; Timothy Hewen, Australia; Thaddeus Lawrence, Singapore; Seen Sia, Singapore; Shiv Khera, India, and many more. He has conducted his life-changing trainings in Dubai, Sharjah, Abu Dhabi, Ajman, Alain, Doha, Qatar, and India. Moinu is a motivational speaker. Moinu is an enthusiastic and passionate motivational speaker. He has an extraordinary and unique power to stir the audience and motivate to achieve the goals intended in the session. He has done several motivational sessions on various topics of life on different stages with top trainers like Shiv Khera, both in Middle East and India. He has completed several intense in-house courses, trainings, and direct coaching in NLP, Neuro-Linguistic Programming, TA Psychology, CBT, REBT, Counseling, Psychotherapy, ESP, Meditation, Yoga, Pranic Healing, Theta Healing, Silva Ultra Mind System, and much more from several experiential masters both from India and abroad. He has 23 years of experience in his field. He is the founder of Success Valley, a private limited company specializing in success, abundance, happiness, and fulfillment in all areas of human life. His training is an experience, not a program. It is transformative, not informative. It is therapeutic, not theoretical. It is engaging and amusing, flavored with outstanding anecdotes, parables, stories, experiences, and jokes. Media. Moinu's programs and interviews have been telecasted by many TV channels of Kerala, India, and Middle East. He has been invited as a chief guest in Sharjah International TV, a Sharjah government channel. Many newspapers like Malayalam Manorama, Madhrubhumi have reported his services to the humanity.